അദ്ദേഹമാണ്. അദ്ദേഹത്തെയാണെന്ന് മനുഷ്യൻ്റെ മനസ്സിൽ, കർഷകരുടെ മനസ്സിൽ കുടികൊള്ളുന്ന അദ്ദേഹത്തിൻ്റെ പേരാണ്. PV അൻവർ വന്നാൽ ഈ വന്യമൃഗശല്യം ഒരു പരിധിവരെ ഒഴിവാക്കുമെന്ന് മനുഷ്യന് നല്ല വിശ്വാസമുണ്ട്. ഇപ്പോൾ കാരണം ഇതിൻ്റെ പിന്നെ ഈ 9 വർഷത്തെ ഭരണത്തെ എങ്ങനെയാണ് അദ്ദേഹം MLA ആയിരുന്നില്ല, അതിനെ എങ്ങനെ വിലയിരുത്തുന്നത്? 9 വർഷത്തെ അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു, ഒരുപാട് വികസനം ചെയ്തു. അയാളൊരു വികസന നായകനാണ്. ഒരുപാട് റോഡുകൾ, ഒരുപാട് പാലങ്ങൾ, അതുപോലെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നിലമ്പൂർ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ നിലയിൽ അദ്ദേഹത്തിനോട് ഈ നാട്ടിലെ ജനങ്ങൾക്ക്, മൊത്തം ജനങ്ങൾക്ക് ബഹുമാനവും ആദരവും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ മതേതരവാദി എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ ഞാനൊരു ക്രിസ്ത്യനാണ്. പക്ഷേ മതേതരവാദി എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹത്തെ ക്രിസ്ത്യൻസ് കാണുന്നത്. അങ്ങനെ ഇന്ന വിഭാഗങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു മനുഷ്യനല്ലേ അദ്ദേഹത്തിന് പാരമ്പര്യമായിട്ട് കോൺഗ്രസ് കുടുംബമായിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ കുടുംബം അങ്ങനെയായിരുന്നു. ഇന്നും ഈ 9 വർഷം അയാൾ ഇവിടെ MLA ആയിട്ട് കിട്ടിയിട്ട് ആ നിലയിൽ ഒരു മതേതരവാദിയായിട്ട് തന്നെയാണ് നിലമ്പൂരിലെ ജനങ്ങൾ കാണുന്നത്. അല്ല, ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ വോട്ട് സാധാരണഗതിയിൽ കോൺഗ്രസിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ കുറി ഈ 4 സ്ഥാനാർത്ഥികളുണ്ട്. അമ്പൂക്കയുണ്ട്, ആര്യാൾ ഷൗക്കത്തുണ്ട്, BJPയുടെ മോഹൻ ജോർജ് ഉണ്ട്. അദ്ദേഹം ഒരു ക്രിസ്ത്യൻ നാമധാരിയാണ്. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളെന്നുള്ള രീതിയിൽ എന്താണ്? എന്തൊക്കെയായാലും ക്രിസ്ത്യൻസിനെ ഒരു മതേതരവാദി എന്ന നിലയിൽ ക്രിസ്ത്യൻസിനോട് താല്പര്യമുള്ള കാൻഡിഡേറ്റ് തന്നെയാണ് PV അൻവർ. PV അൻവർ 2016 11,504 വോട്ടിനെ ജയിച്ചത്. ക്രിസ്ത്യൻസിൻ്റെ നല്ലൊരു വിഭാഗം ജനത്തിൻ്റെ വോട്ട് 2016 തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ BJP സ്ഥാനാർത്ഥി കിട്ടത്തില്ല. ഇപ്പോഴത്തെ ക്രിസ്ത്യൻസിൻ്റെ വോട്ട് എല്ലാം കിട്ടില്ല. BJPയുടെ വോട്ട് അദ്ദേഹത്തിന് കുറച്ച് കിട്ടും. കൂടെ ചേർന്ന് നിൽക്കുന്നവനും വികസനം നടത്തുന്ന ആൾക്കാരെയാണ് ജനം ഇഷ്ടപ്പെടുന്നത്. അൻവറിനെ സംബന്ധിച്ച് ഏറ്റവും പ്ലസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ജനകീയനാണ്. ആൾക്കാർ നിങ്ങളെയൊക്കെ തന്നെയാണല്ലോ നിങ്ങളുടെ ദേഹത്ത് പുറത്ത് കൈയിട്ട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുള്ളൂ. ആ ഫ്രണ്ട്ഷിപ്പ് എല്ലാ കാലത്തും അദ്ദേഹം കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. ഷൗക്കത്തിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട മനുഷ്യർക്ക് പല ആൾക്കാർക്ക് തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് അയാളെ സംബന്ധിച്ചുള്ള വിഷയം. ഒരിക്കൽ അപ്രോച്ച് ചെയ്ത ആൾ വീണ്ടും അപ്രോച്ച് ചെയ്യാൻ വരുന്നില്ല. അതാണ് പ്രശ്നം. ഇപ്പം നല്ല ശരിയാണല്ലോ, പോസ്റ്ററൊക്കെ നല്ല ശരി മാത്രമേ ഉള്ളൂ, പ്രവർത്തനമില്ല. എങ്കിൽ വേറൊരു കാര്യമുണ്ട്, അയാളെക്കുറിച്ച് നെഗറ്റീവ് ഒന്നും പറയാനില്ല. VS ജോയി ആയിരുന്നെങ്കിൽ നെഗറ്റീവ് പറയാനില്ലാത്ത അദ്ദേഹം അപ്രോച്ചബിളാണ്, ഫ്രണ്ട്ലിയാണ്. അങ്ങനെ ഗുണങ്ങളൊക്കെ ജോയിയെ സംബന്ധിച്ചുണ്ട്. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.